നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ലോക്കൽ ബിസിനസ് ഉണ്ടോ? ഷോപ്പോ ക്ലിനിക്കോ അത് സർവീസ് സെന്ററോ എന്തോ ആകട്ടെ. ആളുകൾ ഗൂഗിൾ മാപ്പിൽ തിരയുമ്പോൾ നിങ്ങളുടെ ബിസിനസ് ഏറ്റവും മുകളിൽ വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പലരും ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കുമെങ്കിലും അതിൽ നിന്ന് കോളുകളോ കസ്റ്റമേഴ്സോ വരാറില്ല. എന്തുകൊണ്ടാണ് ചില ബിസിനസ്സുകൾ മാത്രം എപ്പോഴും ഗൂഗിൾ മാപ്പിൽ ഒന്നാമത് നിൽക്കുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെറുതെ കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല, ഗൂഗിൾ മാപ്പ് റാങ്കിങ്ങിന് പിന്നിലെ യഥാർത്ഥ മാർക്കറ്റിംഗ് സയൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനായിട്ട് പ്രൊഫഷണലുകൾ ഉപയോഗിക്കുന്ന പവർ ഓഫ് സീക്വൻസ് എന്ന സ്ട്രാറ്റജിയും ഒപ്പം ഗൂഗിളിന്റെ പ്രധാനപ്പെട്ട 3 റാങ്കിംഗ് പില്ലറുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കാം. ആദ്യം തന്നെ ഗൂഗിൾ നിങ്ങളുടെ പ്രൊഫൈൽ റാങ്ക് ചെയ്യാൻ നോക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണം. ഇതിനെ നമുക്കൊരു ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ആദ്യത്തേത് റെലവൻസ്. കസ്റ്റമർ തിരയുന്ന കീവേഡും നിങ്ങളുടെ ബിസിനസ്സും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത്. രണ്ടാമത് ഡിസ്റ്റൻസ്. സെർച്ച് ചെയ്യുന്ന ആളിൽ നിന്നും നിങ്ങളുടെ ഷോപ്പിലേക്കുള്ള ദൂരം. മൂന്നാമത് പ്രോമിനൻസ്. നിങ്ങളുടെ ബിസിനസ്സിന് ഇന്റർനെറ്റിൽ എത്രത്തോളം ജനപ്രീതിയുണ്ട് എന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതില് ഡിസ്റ്റൻസ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയില്ല. കസ്റ്റമർ എവിടെയായിരുന്നു തിരയുന്നു എന്നത് അവരുടെ ഫോൺ ലൊക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ റെലവൻസ്, പ്രോമിനൻസ് എന്നിവ നമ്മുടെ കയ്യിലാണുള്ളത്. ഇത് വർദ്ധിപ്പിക്കാനായിട്ട് കോമ്പറ്റിറ്റീവ് അനാലിസിസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗൂഗിൾ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടൊരു ക്രമം പാലിക്കണം. ഇതിനെയാണ് നമ്മൾ പവർ ഓഫ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. പല ബിസിനസ് ഉടമകളും വരുത്തുന്ന വലിയൊരു തെറ്റാണ് പ്രൊഫൈലിന്റെ കാറ്റഗറി അടിക്കടി മാറ്റിക്കൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ കാറ്റഗറി പെട്ടെന്ന് മാറ്റി പരിശോധിക്കുമ്പോൾ ഗൂഗിള് നിങ്ങളുടെ പ്രൊഫൈല് സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് ഒരു കൃത്യമായ ക്രമത്തിൽ മാത്രമേ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓഡിറ്റ് ചെയ്യണം. അതിനായിട്ട് GMP എവരിവെയർ എന്ന ക്രോം എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ ആഡ് ചെയ്ത് ഗൂഗിളിൽ നിങ്ങളുടെ സർവീസ് തിരഞ്ഞു നോക്കാം. ഉദാഹരണത്തിന് കിഡ്സ് സ്കൂൾ നിയമയോ അങ്ങനെ എന്തെങ്കിലും. എന്നിട്ട് ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്താൽ ഓരോ ബിസിനസ് പ്രൊഫൈലിന്റെയും താഴെ നിങ്ങൾക്ക് ബേസിക് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഈ 2 സ്കൂളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്ന 2 റിസൾട്ടിന്റെ ബിസിനസ്സുകളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ബേസിക് ഫീച്ചർ ക്ലിക്ക് ചെയ്താൽ അവിടെ എൻറ്റയർ GMP സ്ട്രാറ്റജീസ് നമുക്ക് കിട്ടും. ഈ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ 2 റിപ്പോർട്ടുകൾ നിങ്ങൾ എടുത്തിട്ട് നേരെ ChatGPTയിലോ ക്ലോഡിലോ ഏതെങ്കിലും AI ടൂളിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഒരു പ്രൊഫൈൽ മറ്റ് പ്രൊഫൈലിനേക്കാളും മുകളിൽ നിൽക്കുന്നത് എന്നുള്ളത് ചോദിച്ചു നോക്കാം. അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ബിസിനസ് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് കൂടുതൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്ന് കണ്ടെത്തി നിങ്ങളുടെ പ്രൊഫൈലും കൂടി ആഡ് ചെയ്യാനായിട്ടും അത് മികച്ചതാക്കാനായിട്ടും നിങ്ങൾക്ക് പറ്റും. നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർ സെർച്ച് ചെയ്യുന്ന പ്രൈമറി കീവേഡ് എന്താണോ അതിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കണം നമ്മളുടെ പ്രൊഫൈലിലെ വിവരങ്ങളെല്ലാം നമ്മൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തേത് ബിസിനസ് നെയിം. നിങ്ങളുടെ ബിസിനസിന്റെ പേര് കൃത്യമായിട്ട് നൽകുക. രണ്ടാമത്തത് കാറ്റഗറി. വളരെ ആലോചിച്ച് നിങ്ങളുടെ പ്രൈമറി കീവേഡിന് അനുയോജ്യമായിട്ടുള്ള കാറ്റഗറി മാത്രം നിങ്ങൾ നൽകാനായിട്ട് നോക്കുക. ഇത് അടിക്കടി മാറ്റരുത്. മൂന്നാമത്തേത് ഡിസ്ക്രിപ്ഷൻ. നിങ്ങളുടെ സർവീസുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരിക്കുന്ന പ്രൊഫഷണൽ വിവരം നിങ്ങൾ നൽകാനായിട്ട് നോക്കണം. നാലാമത്തേത് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. നിങ്ങൾ നൽകുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് അഞ്ചാമത്തേത് ലോഗോ ആൻഡ് കവർ ഫോട്ടോ. നിങ്ങളുടെ ബ്രാൻഡിന്റെ ലോഗോയും കവർ ഫോട്ടോയും ഹൈ ക്വാളിറ്റിയിൽ നൽകാനായിട്ട് നോക്കുക. പിന്നുള്ളത് NAP ആണ്, ദാറ്റ് ഈസ് നെയിം അഡ്രസ് ഫോൺ. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ ഇതൊക്കെ കൃത്യമായിട്ട് നൽകുക. പലരുടെയും ഫോൺ നമ്പർ അപ്രൂവ് ആകാൻ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അതിനായിട്ട് ഒരു തവണ നമ്പർ മാറ്റി വീണ്ടും ടൈപ്പ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ടൈമിങ്സ് മാറ്റി വീണ്ടും സേവ് ചെയ്ത് നോക്കുന്നത് ഫോൺ നമ്പർ അപ്രൂവ് ആകാനായിട്ട് സഹായിക്കും. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രൊഫൈലിന്റെ പ്രോമിനൻസ്, അതായത് ജനപ്രീതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് ഗൂഗിളിന് പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തേത് വെബ്സൈറ്റ് കണക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് ഗൂഗിൾ സെർച്ച് കൺസോളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. വെബ്സൈറ്റിൽ ഗൂഗിൾ മാപ്പ് കൃത്യമായിട്ട് എംബഡ് ചെയ്യുകയും വേണം. രണ്ടാമത് ലോക്കൽ സൈറ്റേഷൻസ്. നിങ്ങളുടെ ബിസിനസ് വിവരങ്ങൾ ജസ്റ്റൈൽ, സുലേഖ പോലെയുള്ള മറ്റ് പ്രമുഖ ലോക്കൽ ഡയറക്ടറീസിൽ കൃത്യമായിട്ട് നൽകുക. ഇതിൽ NAP, അതായത് പേര്, അഡ്രസ്, ഫോൺ വിവരങ്ങൾ ഒരുപോലെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും സൈറ്റേഷനുകൾ ചെയ്യാൻ ഓട്ടോമാറ്റിക് ടൂൾസ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് നിങ്ങളുടെ ബിസിനസ്സിന് ദോഷം ചെയ്യുകയാണ് ചെയ്യുക. മൂന്നാമത് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്. നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ ഉണ്ടാക്കുകയും അതിൽ നിങ്ങളുടെ പ്രൈമറി കീവേഡ്സിന് പ്രാധാന്യം നൽകുകയും ചെയ്യുക.
റാങ്കിങ്ങിനായി ഗൂഗിൾ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് എന്താണെന്ന് അറിയോ? അതാണ് യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്, ദാറ്റ് ഇസ് UGC കോണ്ടന്റ്. കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് നൽകുന്ന വിവരങ്ങളാണ് ഈ UGC കോണ്ടന്റിൽ കൂടെ നമ്മൾ പറയുന്നത്. അടുത്തത് കീവേഡ് റിവ്യൂസ് ആണ്. കസ്റ്റമേഴ്സിനോട് റിവ്യൂസ് ഇടാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ വെറുതെ കുറച്ച് ഗുഡ് ബാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് റിവ്യൂസ് ഇടാനല്ല പറയുന്നത്. നിങ്ങളുടെ ബിസിനസ് കീവേഡ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള റിവ്യൂസ് അവരോട് എഴുതാനായിട്ട് പറയാം. പിന്നെ ഉള്ളത് കസ്റ്റമർ ഫോട്ടോസ് ആണ്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസിനേക്കാൾ കൂടുതൽ ഗൂഗിൾ പ്രാധാന്യം നൽകുന്നത് കസ്റ്റമേഴ്സ് നേരിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾക്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഷോപ്പിൽ വരുന്ന ക്ലയൻസിനോട് ഫോട്ടോസ് ഗൂഗിൾ മാപ്പിലും കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കാം. ഇത് പ്രൊഫൈൽ റാങ്കിങ് വേഗത്തിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.